ഹലോ എവറി വൺ. ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത മരുന്നായിട്ട് വന്നേക്കുന്ന പനിക്കൂർക്കയെക്കുറിച്ചാണ്. ഇത് ആക്ച്വലി പിള്ളേർ ചെറുതായിരുന്ന സമയത്ത് അവർക്ക് പനിയും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പം മിക്കപ്പോഴും അത് ആൻറ്റിബയോട്ടിക്കിൽ കലാശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എന്നോട് ഈ പനിക്കൂർക്കയെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് നല്ല ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ മരുന്ന് എവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ ഈ ചെടി കൊണ്ടുവന്ന് വെക്കാനായിട്ട് നോക്കും. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കിതിനെ സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്ത് പറയാനൊന്നും എനിക്കറിയത്തില്ല. എന്ത് മരുന്ന് നമ്മളെടുത്താലും അതിനൊരു സൈഡ് എഫക്ട്സ് കാണും. അപ്പോൾ ഇതിനും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമായിരിക്കും. ഭയങ്കര റിക്കറൻ്റായിട്ട് നമ്മൾ ഫ്രീക്വൻ്റ്ലി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. അതല്ലാതെ നോർമലി ഒക്കെ പനി വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ മരുന്ന് ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾ ആ പനിയുടെ ഒരു ബുദ്ധിമുട്ട് ലക്ഷണമൊക്കെ കാണിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ 1-2 ഇല എടുത്തിട്ട് ഈ ഫേസ് സ്റ്റീമർ പോലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതിലിട്ട് ആവി കൊള്ളിക്കുക കുഞ്ഞുങ്ങളെ. അത് ഈ ഇല വെച്ച് പിന്നെ ആ ഇല അവരുടെ കയ്യിൽ തിരുമ്മി കൊടുക്കുമോ, പിന്നെ അവർ കിടക്കുന്ന ബെഡിൽ അപ്പോൾ അവർ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കുന്ന സമയത്ത് ഈ ഇലയുടെ സ്മെല്ല് അവർ ബ്രീത്ത് ചെയ്യുമ്പോൾ അത് ഒത്തിരി പനിക്ക് റിലീഫ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പനിക്കൂർക്കയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. പനിക്കൂർക്കയ്ക്ക് തണുപ്പ് ഇഷ്ടമല്ല. അതുകൊണ്ട് തണുപ്പ് രാജ്യത്ത് ജീവിക്കുന്നവർ അത് ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തുകയാണ് പറ്റത്തുള്ളൂ. ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം എനിക്കറിയത്തില്ല ഇങ്ങനെ അത് നീണ്ടു പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു തണ്ട് മതി നമുക്കിത് പെട്ടെന്ന്, ഭയങ്കര എളുപ്പമാണ് നമുക്കിത് കിളിപ്പിക്കാൻ. അപ്പം അങ്ങനെ കിളിപ്പിച്ചെടുത്തതാണ്. ഈ റീസെൻ്റ്ലി ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും പനിയും ബുദ്ധിമുട്ടുമായിരുന്നു. സ്പെഷ്യലി ഇപ്പം നമുക്ക് ക്ലൈമറ്റ് മാറുന്ന ഒരു സമയമാണല്ലോ. അപ്പം നമ്മൾ ഈ സാധനം വളരെ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ടച്ച് വുഡ് ഒരുപാട് നാളായിട്ട് ആൻറ്റിബയോട്ടിക്കിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. എനിക്ക് മനസ്സിലായ ഒരറിവ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ആദ്യമേ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സയൻറ്റിഫിക് റീസൺസ് ഒന്നും അറിയത്തില്ല. അപ്പം നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കും പനിയൊക്കെ വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇൻഹെയിൽ ചെയ്യുകയോ അതല്ലാതെ സ്മെല്ലാക്കി, നമ്മൾ വിക്സൊക്കെ പണ്ട് കയ്യിൽ തേച്ച് നമ്മൾ സ്മെല്ല് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, thank you for watching. Wishing you all another blessed day. Thank you. Bye bye. See you with another video next time.